നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2025 LBS വഴിയുള്ള BSc നഴ്സിംഗിന്റെയും പാരാമെഡിക്കൽ കോഴ്സുകളുടെയും അപേക്ഷകൾ സമർപ്പിച്ചിട്ടുള്ള കുട്ടികളുടെ അപേക്ഷകൾ പരിശോധനകൾ നടത്തിയതിനു ശേഷം വെരിഫൈഡ് ആയിട്ടുള്ള ഡേറ്റ ഓരോ കുട്ടികളുടെയും പ്രൊഫൈൽ പേജിൽ പബ്ലിഷ് ചെയ്യുന്നു. ഇന്ന് വൈകിട്ട് ജൂൺ 28-ാം തീയതി വൈകിട്ട് 8 മണിക്ക് ശേഷം ആണ്. ഓരോ കുട്ടികളും അവരുടെ പ്രൊഫൈൽ പേജിൽ ആപ്ലിക്കേഷൻ നമ്പരും രജിസ്ട്രേഷൻ ഐഡിയും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ വെരിഫൈഡ് ആയിട്ടുള്ള ഡേറ്റ കാണാം. ആപ്ലിക്കേഷനിൽ തെറ്റുകളൊന്നുമില്ലാത്ത കുട്ടികൾക്ക് അവരുടെ പ്രൊഫൈൽ പേജിൽ അവരുടെ ആപ്ലിക്കേഷൻ പ്രൊവിഷണലി അക്സെപ്റ്റഡ് എന്ന് കാണാം. എന്തെങ്കിലും തെറ്റുകൾ ഉള്ള കുട്ടികൾക്ക് റിമാർക്സ് എന്ന കോളത്തിൽ എന്താണ് തെറ്റ് വന്നിരിക്കുന്നത് എന്ന് എഴുതിയിട്ടുണ്ടാകും. തെറ്റുകൾ കറക്റ്റ് ചെയ്യുന്നതിന് ആവശ്യമായ ഡോക്യുമെന്റ്സുകൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുവാനായിട്ട് സാധിക്കുന്നതാണ്. ജൂലൈ 4-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് മുൻപായിട്ട് ഈ തെറ്റുകൾ കറക്റ്റ് ചെയ്യാം. പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് താൽക്കാലികമായിട്ടുള്ള റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത് ജൂലൈ 12-ാം തീയതിയാണ്. ഫൈനൽ ആയിട്ടുള്ള റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത് ജൂലൈ 15-ാം തീയതിയാണ്. ജൂലൈ 15-ാം തീയതിക്ക് മുൻപായിട്ട് ഇംപ്രൂവ്മെന്റ് ചെയ്ത കുട്ടികളുടെയും റീവാലുവേഷൻ ചെയ്ത കുട്ടികളുടെയും റിസൾട്ട് വരികയാണ് എങ്കിൽ അവരുടെ മാർക്കുകൾ എൻ്റർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ജൂലൈ 15-ാം തീയതി മുതൽ ജൂലൈ 18-ാം തീയതി വരെ വൈകുന്നേരം 5 മണി വരെ നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ കോളേജുകളുടെയും കോഴ്സുകളുടെയും ഓപ്ഷൻ രജിസ്ട്രേഷൻ നടത്താം. ട്രയൽ അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യുന്നത് ജൂലൈ 19-ാം തീയതിയാണ്. അതിനുശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഓപ്ഷനുകൾ റീഅറേഞ്ച് ചെയ്യുവാനായിട്ട് സാധിക്കുന്നതാണ്. ഫസ്റ്റ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യുന്നത് ജൂലൈ 23-ാം തീയതിയാണ്. ഫസ്റ്റ് അലോട്ട്മെന്റ് ലഭിക്കുന്ന കുട്ടികൾ ജൂലൈ 27-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് മുൻപായിട്ട് ടോക്കൺ ഫീസ് അടയ്ക്കണം. SC, ST, OEC, ഫിഷർമാൻ കാറ്റഗറിയിലുള്ള കുട്ടികൾ 1000 രൂപയാണ് ടോക്കൺ ഫീസ് അടയ്ക്കേണ്ടത്. മറ്റ് വിഭാഗത്തിലുള്ള എല്ലാവരും OBC, ജനറൽ, EWS വിഭാഗത്തിലുള്ള എല്ലാവരും 25,000 രൂപയാണ് ടോക്കൺ ഫീസ് അടയ്ക്കേണ്ടത്. ഈ സമയത്ത് കോളേജിൽ നേരിട്ട് ജോയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഓൺലൈനായിട്ടാണ് ടോക്കൺ ഫീസ് അടയ്ക്കേണ്ടത്. കോളേജിൽ നേരിട്ട് ജോയിൻ ചെയ്യേണ്ടത് 3 അലോട്ട്മെന്റുകൾക്ക് ശേഷമാണ്. കോളേജിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അടയ്ക്കുന്ന ടോക്കൺ ഫീസ് കുറച്ചതിന് ശേഷമുള്ള ബാക്കി തുക മാത്രം നൽകിയാൽ മതി. ഫസ്റ്റ് അലോട്ട്മെന്റിൽ ലഭിക്കുന്ന കോളേജ് സാറ്റിസ്ഫൈഡ് അല്ല എങ്കിൽ ടോക്കൺ ഫീസ് അടച്ചതിന് ശേഷം അടുത്ത അലോട്ട്മെന്റിൽ പങ്കെടുക്കാൻ സാധിക്കും. ടോക്കൺ ഫീസ് അടച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ച കോളേജ് നഷ്ടപ്പെടുന്നതും തുടർന്നുള്ള 2 അലോട്ട്മെന്റുകളിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതുമല്ല. അതുകൊണ്ട് അലോട്ട്മെന്റ് ലഭിക്കുന്ന കുട്ടികൾ ടോക്കൺ ഫീസ് അടച്ചതിന് ശേഷം വേണം അടുത്ത അലോട്ട്മെന്റിൽ പങ്കെടുക്കാൻ. ഫസ്റ്റ് അലോട്ട്മെന്റിൽ ലഭിച്ച കോളേജ് തന്നെ മതിയെങ്കിൽ ടോക്കൺ ഫീസ് അടച്ചതിന് ശേഷം നിങ്ങൾക്ക് ലഭിച്ച കോളേജിന്റെ താഴെയുള്ള കോളേജുകളെല്ലാം നിങ്ങളുടെ ഓപ്ഷനിൽ നിന്ന് റിമൂവ് ചെയ്താൽ മതി. ഒന്നാമത്തെ ഓപ്ഷനാണ് നിങ്ങൾക്ക് ലഭിച്ചത് എങ്കിൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ടോക്കൺ ഫീസ് അടച്ചതിന് ശേഷം വെയിറ്റ് ചെയ്താൽ മാത്രം മതി. 2 അലോട്ട്മെന്റുകൾക്ക് ശേഷം, അതായത് 3-ാമത്തെ അലോട്ട്മെന്റിന് ശേഷം കോളേജിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് നേരിട്ട് എല്ലാ ഒറിജിനൽ ഡോക്യുമെന്റ്സുകളുമായിട്ട് ജോയിൻ ചെയ്താൽ മതി. 2-ാമത്തെ അലോട്ട്മെന്റിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് നിങ്ങളുടെ കോളേജുകളുടെ ഓപ്ഷനുകൾ റീഅറേഞ്ച് ചെയ്യണമെങ്കിൽ ചെയ്യാവുന്നതാണ്. അതിന്റെ സ്ഥാനങ്ങൾ മാറ്റി കൊടുക്കുകയോ ഇഷ്ടമില്ലാത്ത കോളേജുകൾ നിങ്ങളുടെ ലിസ്റ്റിൽ നിന്ന് റിമൂവ് ചെയ്യുകയോ ചെയ്യാം. എന്നാൽ പുതിയതായിട്ട് കോളേജുകളൊന്നും നിങ്ങളുടെ ലിസ്റ്റിലേക്ക് ചേർത്ത് കൊടുക്കുവാൻ സാധിക്കുന്നതല്ല. 2-ാമത്തെ അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യുന്നത് ജൂലൈ 29-ാം തീയതിയാണ്. ഓഗസ്റ്റ് 1-ാം തീയതി വൈകുന്നേരം 5 മണി വരെ പുതിയതായിട്ട് അലോട്ട്മെന്റ് ലഭിച്ച കുട്ടികൾക്ക് ടോക്കൺ ഫീസ് അടയ്ക്കുകയും ആവശ്യമെങ്കിൽ കോളേജുകൾ റീഅറേഞ്ച് ചെയ്യുകയും ചെയ്യാവുന്നതാണ്. 1-ാമത്തെ അലോട്ട്മെന്റ് ലഭിച്ച കുട്ടികൾക്ക് 2-ാമത്തെ അലോട്ട്മെന്റിൽ പുതിയതായിട്ട് കോളേജുകൾ ലഭിച്ചിട്ടില്ല എങ്കിൽ അവർ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കോളേജുകൾ റീഅറേഞ്ച് ചെയ്യണമെങ്കിൽ ചെയ്യാം. അടുത്ത 3-ാമത്തെ അലോട്ട്മെന്റിന് വേണ്ടി അവർ വെയിറ്റ് ചെയ്താൽ മതി. 3-ാമത്തെ അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യുന്നത് ഓഗസ്റ്റ് 2-ാം തീയതിയാണ്. അതിനുശേഷം ഓഗസ്റ്റ് 5-ാം തീയതി വൈകുന്നേരം വരെ നിങ്ങൾക്ക് പുതിയതായിട്ട് അലോട്ട്മെന്റ് ലഭിച്ച കുട്ടികൾക്ക് ടോക്കൺ ഫീസ് 1, 2, 3 അലോട്ട്മെന്റുകളിൽ അലോട്ട്മെന്റ് ലഭിച്ച കുട്ടികൾ നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിച്ച കോളേജിൽ ഓഗസ്റ്റ് 9-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് മുൻപായിട്ട് നേരിട്ട് എല്ലാ ഒറിജിനൽ ഡോക്യുമെന്റ്സുകളും അതുപോലെ അവർ പറയുന്ന ഫീസുമായിട്ട് ചെന്ന് ജോയിൻ ചെയ്യണം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.